സഹൃദയരെ സല്യൂട്ട്. കേരളത്തില് ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ രാജ്യഭരണത്തിന് കീഴിൽ ഉള്ള സമയം തൊട്ട് തന്നെ ഒരു ഫയർ ഫൈറ്റിങ്ങിന് സംവിധാനം ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. തീപിടുത്തം തടയാനായിട്ട് പോലീസിന്റെ തന്നെ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ ഒരു പ്രത്യേക യൂണിറ്റ് സജ്ജമായിരുന്നു, അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുത്തിരുന്നു എന്നൊക്കെ പലത്തും എഴുതി കേരള ചരിത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1949 കേരളത്തിലെ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഫയർ സ്റ്റേഷൻ, അതായത് ട്രാവൻകൂറിലുണ്ടായിരുന്ന ഫയർ സ്റ്റേഷനും കൊച്ചിയിലുണ്ടായിരുന്ന ഫയർ സ്റ്റേഷനും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് അതൊരു ഡിപ്പാർട്ട്മെന്റ് പോലെ ആക്കി ഹോം ഗാർഡ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഡയറക്ടർ ഹോം ഗാർഡ് എന്ന് പറഞ്ഞ ഒരു തസ്തിക 1940 തൊട്ട് 45 തൊട്ടേയൊക്കെ പണ്ടേ ഉണ്ടായിരുന്നതാണ്. അതിന്റെ കീഴിൽ കൊണ്ടുവന്നു. 1956 ആയപ്പോഴേക്കും മലബാറിലുണ്ടായിരുന്ന ഫയർ സ്റ്റേഷനും കൂടി ഇതിന്റെ കീഴിൽ കൊണ്ടുവന്ന ശേഷം അതൊരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി പോലീസിലെ തന്നെ ഒരു ഓഫീസർ, ഒരു DIG റാങ്കിലുള്ള ഓഫീസർ അതിന്റെ ചുമതല വഹിക്കാൻ തുടങ്ങി. 1962 ഫയർഫോഴ്സസിന്റെ ഒരു ആക്ട്, ഒരു നിയമം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് കേരള ഗവൺമെന്റ്. അതിനുശേഷം ഹോം ഗാർഡ്സും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും കൂടെ ചേർത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി ഡയറക്ടർ എന്ന ഒരു തസ്തികയിൽ ഒരു IG റാങ്കിലുള്ള ഓഫീസർ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തന്നെ അതിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2-3 സ്റ്റേഷൻസ്, ഒരു 4-5 സ്റ്റേഷനുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഫയർ സ്റ്റേഷനുകൾ. ചിലപ്പം ജില്ലകളിലെ മൊത്തം ഇങ്ങനെ ഒരു ഫയർ സ്റ്റേഷൻ ഉണ്ടാക്കാനുള്ള പദ്ധതിയൊക്കെ അന്നേരമാണ് തുടങ്ങിയത്. 1970 ആയപ്പോഴാണ് ഒരു കമാൻഡന്റ് ജനറൽ എന്ന് പറഞ്ഞൊരു പോസ്റ്റായിട്ട് അത് മാറ്റി ഹോം ഗാർഡ്സും ഫയർ സർവീസസും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലേക്കുള്ള പുതിയ ഒരുപാട് ആൾക്കാരെയൊക്കെ എടുത്തു തുടങ്ങിയത്. 2020 അടുപ്പിച്ചാണ് അതിന്റെ പേര് വീണ്ടും മാറ്റി DGP എന്നാക്കിയത്. ഡയറക്ടർ ജനറൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഹോം ഗാർഡ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു പേര് മാറ്റി. കാരണം സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കൂടി 2019 ഓഗസ്റ്റ് 30 തുടങ്ങി. അത് തുടങ്ങാനുള്ള കാരണം 2018 പ്രകൃതി ദുരന്തമായിരുന്നു. അതിനുശേഷം സിവിൽ ഡിഫൻസിന് വേണ്ടി കുറെ ആൾക്കാർ എടുക്കണം. കാരണം ആ ദുരന്തത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ മത്സ്യത്തൊഴിലാളികളാണ് എല്ലാം ത്യജിച്ചുകൊണ്ട് ഇറങ്ങി ഓടിപ്പോയി പലരെയും രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പം സർക്കാരിന്റെ കീഴിൽ ഇതുപോലെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഏജൻസി വേണം എന്നുള്ള ഒരു ചിന്ത വന്നപ്പോഴാണ് സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ് ഒരു കാര്യം ഇവിടെ കേരളത്തിലുണ്ടായത്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും സിവിൽ ഡിഫൻസ് ഉണ്ട്. ഭാരതത്തിൽ പോലും സിവിൽ ഡിഫൻസ് എന്നുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വകുപ്പുണ്ട്. സിവിൽ ഡിഫൻസ് വന്നതിന് ശേഷം നമ്മൾ എക്സ് സർവീസുകാരെയും അതുപോലെ 20 വയസ്സ് തികഞ്ഞ 18-20 വയസ്സ് തികഞ്ഞ ആൾക്കാർ തൊട്ട് 60 വയസ്സ് വരെയുള്ള ആരോഗ്യ ദൃഢഗാത്രരായിട്ടുള്ള ഇങ്ങനെ സർവീസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നമ്മൾ ദിവസ ശമ്പള അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. സിവിൽ ഡിഫൻസിന് വേണ്ടി ഒരുപാട് പേരെ നമ്മൾ അങ്ങനെ എടുത്ത് പരിശീലിപ്പിച്ച് ഫയർഫോഴ്സിന്റെ കീഴിൽ തന്നെയുള്ള ഫയർ സ്റ്റേഷനുകൾ അവർക്ക് നല്ല സജ്ജമാക്കി അവരെ കൊണ്ട് ഒരുപാട് നല്ല പ്രവൃത്തികൾ. അതിനുശേഷം 19 വന്നിട്ടുള്ള ദുരന്തത്തിലും പിന്നീട് ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിലൊക്കെ ഈ സിവിൽ ഡിഫൻസുകാർ വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹോം ഗാർഡ്സ് പൊതുവെ പോലീസിന്റെ കീഴിലായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടായിരിക്കണം ഹോം ഗാർഡ്സിന്റെ പല ജോലികളും ഇപ്പോഴും ചെയ്യുന്നത് പോലീസ് വകുപ്പിന് വേണ്ടിയിട്ടാണ്. ഫയർഫോഴ്സിന് വേണ്ടിയിട്ടോ അല്ലെ മറ്റു വകുപ്പുകൾക്കോ വേണ്ടിയിട്ടല്ല. പോലീസിന്റെ ആൾക്കാരുടെ കുറവുള്ള സ്ഥലത്ത് ഹോം ഗാർഡിനെ നിയോഗിക്കും. ഏതെങ്കിലും VIP സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ബന്ദോബസ്ത് അറേഞ്ച്മെന്റ് ചെയ്യണമെങ്കിൽ, ടെമ്പിൾ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട്, ട്രാഫിക് നോക്കാനായിട്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഹോം ഗാർഡിനെ പോലീസിന്റെ വേണ്ടിയിട്ട് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. ഹോം ഗാർഡിന്റെ പക്ഷേ ശമ്പളവും അവിടെ ലീനും ഒക്കെ നിൽക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ കീഴിലാണ്. തിരുവനന്തപുരത്തെ ചെങ്കൽച്ചൂളയിലുള്ള ഒരു വലിയ കെട്ടിടമാണ് ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആസ്ഥാനം. 129 ഫയർ സ്റ്റേഷനുകൾ 14 ജില്ലകളിലായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതിനകത്തെല്ലാം കൂടെ 5000-ഓളം ഫയർ ഓഫീസേഴ്സ് ഉണ്ട്. കൂടാതെ 200-250 മിനിസ്റ്റീരിയൽ സ്റ്റാഫ്, ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്ന ക്ലറിക്കൽ സ്റ്റാഫും സൂപ്രണ്ടുമാരും അങ്ങനെയുള്ളവരുമുണ്ട്. പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലേക്ക് ഞാൻ 2020 മെയ് 31 ചാർജ് എടുക്കുമ്പോൾ, മെയ് 31 ഞായറാഴ്ചയായിരുന്നു. കൂടാതെ ചാർജ് എടുക്കേണ്ടത് എൻ്റെ തന്നെ ഒരു ബന്ധുവാണ്. എൻ്റെ 1 വർഷം സീനിയർ മാത്രമായിരുന്നു, ശ്രീ ഹേമചന്ദ്രനായിരുന്നു, റിട്ടയർ ചെയ്ത് പോകുന്ന ഓഫീസറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ ഇൻഫോർമലായിട്ട്, അന്നാണെങ്കിൽ എല്ലാവരും മാസ്കും വെച്ചുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ പാടില്ല. കോവിഡ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഞാൻ വളരെ കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ഓ 1 മണിയോ അങ്ങാണ്ട് ഉച്ച സമയമായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയി ചാർജ് എടുക്കുമ്പോൾ ഞാൻ ആരെയും പ്രതീക്ഷിക്കാതെ പോയി വളരെ കാഷ്വലായിട്ട് പോയി. അന്ന് എൻ്റെ മുടിയൊക്കെ മുറിച്ച് ഞാൻ ഇടയ്ക്കൊന്ന്
മുടി ബോയ്ക്കട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ചുമ്മാ ഒരു രസത്തിന് നോക്കാതെ ജയിലിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പോയി മുടി വെട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ മുടി പതുക്കെ വളർന്നു തുടങ്ങുന്ന ഒരു സമയമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പക്ഷെ ഞാൻ അവിടെ പോയി ചാർജ് എടുക്കുമ്പോൾ പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി. ഒരുപാട് പത്രമാധ്യമ ആൾക്കാർ അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ വനിതാ DGP, ആദ്യത്തെ വനിതാ ഫയർഫോഴ്സ് മേധാവി, ബാക്കി എല്ലാ ഫോഴ്സുകളിലും ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വകുപ്പുകളിലും എല്ലായിടത്തും വനിതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ എക്സിക്യൂട്ടീവ് സ്റ്റാഫിൽ ഇതുവരെ വനിതകളില്ല. അത് എന്നെയും അതിശയിപ്പിച്ചു. കാരണം ഞാൻ അവിടെ ചെന്നിട്ടാണ് ആദ്യമായിട്ട് ഒരു പ്രപ്പോസൽ എഴുതി സർക്കാരിന് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്തായാലും അങ്ങനെ ഒരു വകുപ്പിലേക്ക് ഒരു വനിത ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്ത് പോണു DGP ആയിട്ട് എന്നുള്ള, അങ്ങനെ അവര് ഭയങ്കര ഫോട്ടോ. ആ നിമിഷം തൊട്ടാണ് എനിക്ക് DGP എന്നുള്ളതിന്റെ ഫുൾ സ്കെയിലും റാങ്കും അംഗീകാരവും ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ച് തന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്ന് ഞാൻ ചാർജ് എടുക്കുമ്പോൾ ഇത്രയധികം ആൾക്കാരുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഹേമേന്ദ്രൻ ചെറുതായിട്ടൊരു പ്രസംഗമൊക്കെ നടത്തി, കുറച്ച് ചായയൊക്കെ കൊടുത്തു. എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ എനിക്കൊന്നും പറയാനില്ല, വെറുതെ വിട്ടേക്കും, ഞാൻ ജോലി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം അവിടെ ഞാൻ 7 മാസമേ ഉണ്ടാവുള്ളൂ. ഡിസംബർ അവസാനം ആകുമ്പോഴേക്കും ഞാൻ റിട്ടയർ ചെയ്യുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല, ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞ് അങ്ങനെ പത്രക്കാരൊന്നും ഞാൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. എന്തായാലും ആ ദിവസം തൊട്ട്, അന്നത്തെ സമയം തൊട്ട് ഞാൻ ഫയർഫോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിനെ ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹിച്ചു പോയി. കാരണം അതിന്റെ കാരണങ്ങൾ പലതുണ്ട്. കാരണം നമ്മൾ ഈ പോലീസ് ഓഫീസറായിട്ട് 33 വർഷത്തോളം ജോലി ചെയ്യുമ്പോഴൊക്കെ സേവനം എന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഒരു ഹരാസ്മെന്റ് ആയിട്ട് മാറുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്ത് സേവനമാണ് നമ്മൾ കൊടുക്കുന്നത്? അവരുടെ പെറ്റിഷൻസിന് അല്ലെങ്കിൽ പരാതികൾക്ക് പരിഹാരം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഒരാൾക്ക് സന്തോഷവും മറ്റേ ആൾക്ക് ഭയങ്കര വിരോധമല്ലേ വരുന്നത്. അതുപോലെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ഒരിടത്തൊരു വിക്ടിം, വേറൊരിടത്തൊരു പെർപെട്രേറ്റർ, ഒരു കുറ്റവാളി, മറ്റിടത്തൊരു ഇര. അപ്പൊ അങ്ങനെ ഒരു ഇര ഉണ്ടാവുമ്പോൾ ഇരയും ഇരയുടെ വീട്ടുകാരും വിക്ടിംസിന്റെ വീട്ടുകാരും ഒക്കെ വളരെയധികം വേദനിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ക്രൈം എന്ന് പറയുന്നത്, കുറ്റകൃത്യം എന്ന് പറയുന്നത് ഭയങ്കര വിഷമം ജനിപ്പിക്കുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരു നെഗറ്റീവ് എനർജിയാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ പ്രതികളെ പിടിക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ, പ്രതികളെ ഒരുപാട് ഉപദ്രവിക്കുന്നു, ദ്രോഹിക്കുന്നു. ചിലപ്പം ശരിയായിട്ടുള്ള പ്രതി ആയിരിക്കില്ല പിടിക്കുന്നത്, ചിലപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഭയങ്കര പ്രഷർ വരുമ്പോൾ അതാ ഒരു പ്രതി എന്ന് പറഞ്ഞ് മുമ്പോട്ട് നിർത്താനായിട്ട് ഒരാളെ കൊടുക്കും. ചിലപ്പോൾ പലരും മുന്നോട്ട് വന്നിട്ട് പറയും ഞാനാണ് പ്രതി, അയാളല്ല എന്ന് പറഞ്ഞ് പലരും കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറാവും. കാശിന്റെയൊക്കെ കളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിന്റെ ഇടയിൽ. അപ്പം അങ്ങനെ മരവിച്ച ഹൃദയവുമായിട്ടൊരു നെഗറ്റീവ് എനർജിയിലാണ് നമ്മളിങ്ങനെ പോലീസിൽ ജോലി ചെയ്യുന്നത്. പിന്നെ പോലീസ് മാത്രമല്ല, എവിടെ പോയാലും നമ്മൾ ഇതുപോലെ അഴിമതി കാണുന്നു. ഇതുപോലെ ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ പോകുമ്പോൾ മുഴുവൻ ക്രിമിനൽസുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. അവിടെ ജയിലെന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ജയിലിൽ ജോലി ചെയ്യുന്ന പലർക്കും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് വരുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക്. അതുകൊണ്ടാണ് ജയിലിൽ ഇരുന്നപ്പോൾ ഞാൻ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഒരു ക്ലാസ് അവിടെ നടത്തി, പിന്നെ മെഡിറ്റേഷൻ ക്ലാസ്സുകൾ നടത്തി ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ട്. ജയില് കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പലരും വന്ന് പല ക്ലാസ്സുകളും നടത്തും. പക്ഷെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നടത്തുന്നത് ആദ്യമായിട്ടായിരുന്നു എന്ന് തോന്നുന്നു. അവരുടെ മാനസിക സമ്മർദ്ദം അകറ്റാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടി അവർക്ക് എങ്ങനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സമാധാന അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള പല ചർച്ചകളും ക്ലാസ്സുകളും ഒക്കെ നടത്തിയത്. കാരണം വളരെ നെഗറ്റിവിറ്റി ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന ഒരു വളരെയധികം ഇരുണ്ട കാരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുണ്ട ഒരു സ്ഥലമാണ് ജയിലുകൾ എന്ന് പറയുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ വീണ്ടും ട്രാൻസ്പോർട്ടിൽ പോയി അവിടുത്തെ കാര്യവും കഴിഞ്ഞ് തിരിച്ച് ഫയർഫോഴ്സിൽ പോയപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് എന്ന് പറയുന്നത് നന്മയുടെ ഒരു ആസ്ഥാനമാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. കാരണം അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും നന്മ ചെയ്യുന്നവരാണ്. അവർ ജനങ്ങളെ സഹായിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്നു. അങ്ങനെ എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു വകുപ്പാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഒരാൾക്കും ഒരു വിഷമവും ഒരിടത്തും തോന്നാത്ത, അതായത് നമ്മൾ ഈ ആളിക്കത്തിയൊക്കെ പോയി റെസ്ക്യൂ ചെയ്തുകൊണ്ട് ആളുകളെ പുറത്തിറത്തി രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. കുടുങ്ങിപ്പോകുന്ന കിണറ്റിലും മരത്തിന്റെ മുകളിലും പല സ്ഥലങ്ങളിലും ഒക്കെ കുടുങ്ങിപ്പോകുന്നവരെ നമ്മൾ രക്ഷപ്പെടുത്തി വെളിയിൽ കൊണ്ടുവരുന്നു. ചിലർ അത്യാഹിതങ്ങളിൽ മരിച്ചു പോകും, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ ഫയർഫോഴ്സ് എന്ന് പറയുന്നത് നന്മ മാത്രം ചെയ്ത് ജനസേവനം മാത്രം ചെയ്ത് നിൽക്കുന്ന ഒരു വകുപ്പായതുകൊണ്ട് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ വല്ലാത്ത ഒരു സമാധാനം നമ്മുടെ മനസ്സിൽ വരും. കാരണം അത് ചെയ്യുന്നത് മുഴുവൻ നല്ല കാര്യങ്ങളാണ്. ഞാൻ അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോവിഡ് എന്ന് പറഞ്ഞ് ഭയങ്കര ഭീതിയായിട്ട് ഇങ്ങനെ സമൂഹം മുഴുവൻ ഇങ്ങനെ ആളിക്കത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ കോളുകൾ വരുന്നതും ഇതുപോലെ ക്ലീൻ ചെയ്യാനാണ്. ഇന്ന സ്ഥലത്തൊരു ഫംഗ്ഷൻ നടക്കുന്നു, അവിടെ വന്ന് ഡിസിൻഫെക്ട് ചെയ്യണം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഫയർഫോഴ്സിലെ ആൾക്കാരെല്ലാ ഗിയറും ഒക്കെ ഇട്ടിട്ട് പോയി അവർ അവിടെ പോയി എല്ലാം തുടച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ടോട്ടലി ഡിസിൻഫെക്ട് ചെയ്ത് ഇവിടെ ഒരു വൈറസും ഒരു അഴുക്കും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് അവർ തിരിച്ചു വന്നിട്ടാണ് അവിടെ ഒരു മീറ്റിങ്ങും ഒരു ചർച്ചയും ഒക്കെ നടക്കുന്നത്. അങ്ങനെ വീടുകള്, ഹോളുകള്, ഹോസ്പിറ്റൽസ്,
ഇതുപോലെ കണ്ടെയ്ൻമെന്റ് സോണുകൾ, ആളുകളെ കിടത്തിയിരുന്ന ഐസൊലേഷൻ വാർഡുകൾ, ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഏകദേശം എൻ്റെ സമയത്ത് തന്നെ ഒരു 8,000-10,000-ഓളം സ്ഥലങ്ങളിൽ പോയി ക്ലീനിങ്, വലിയ പ്രക്രിയ ക്ലീനിങ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാവർക്കും ഈ ബോഡി ഷീൽഡ് എന്ന് പറഞ്ഞ് ബോഡി മുഴുവൻ കവർ ചെയ്യുന്ന ഒരു ഡ്രസ്സ് വാങ്ങണം, വേറൊരു ടൈപ്പ് മാസ്ക് വാങ്ങിക്കണം, പിന്നെ സ്പ്രേയർ എക്യുപ്മെന്റ്സ് വാങ്ങിക്കണം, ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചധികം ഡെറ്റോള്, സാനിറ്റൈസേഴ്സ്, മാസ്ക്, ഇതുപോലെ ഗ്ലൗസ് ഒക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രവൃത്തികൾ നമ്മൾ മെഡിക്കൽ കോർപ്പറേഷൻ വഴി ഇതൊക്കെ സംഘടിപ്പിച്ച് എല്ലാം വാങ്ങിച്ചിട്ട്, കേരള ഗവൺമെന്റിന് തന്നെ ഒരു സ്ഥാപനം ഉണ്ടല്ലോ, അപ്പൊ ഔഷധി കേരള മെഡിക്കൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ആ കോർപ്പറേഷൻ വഴിയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് ഒരുപാട് സാധനം വാങ്ങിച്ച് അങ്ങനെ നല്ല പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് എനിക്കും ഒരു ദിവസം ഇങ്ങനെ ഇതുപോലെ ഇവർ ചെയ്യുന്നതല്ലേ, അപ്പൊ ഞാനും കൂടെ പോട്ടെ എന്ന് പറഞ്ഞ് ഞാനും കൂടെ ഒരു ദിവസം ഇതുപോലെ ഈ ബോഡി ഗിയർ ഒക്കെ ഇട്ട് ഒരു സ്ഥലം മുഴുവനും സാനിറ്റൈസ് ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഞാൻ ചെന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് എല്ലായിടത്തും പോകുമ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറയും, മാഡം അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ, അത് ചെയ്യല്ലേ ഇത് ചെയ്യല്ലേ, എല്ലാവരും എന്നെ പിന്നോക്ക്. എനിക്കാണെങ്കിൽ അതിനെപ്പറ്റി ഈ കോവിഡ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റി ഒരു പേടിയും ഇല്ലായിരുന്നു. വൈറസ് പടരുന്നോ, ഡിസീസ് വരുന്നു എന്ന് പറഞ്ഞ ഒരു പേടിയേ ഇല്ലാത്ത ഞാനായതുകൊണ്ട് എനിക്ക് ഇതുപോലെ ഇടാൻ പോലും എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അല്ലാതെ തന്നെ പോയി ക്ലീൻ ചെയ്യാന്നൊക്കെ, പക്ഷെ എന്നെ കൊണ്ട് അതൊക്കെ ഇടിച്ചിട്ടാണ് പോയി ക്ലീൻ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ഉണ്ട്, ഞാൻ എന്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയല്ലോ. എന്തായാലും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് ഇവിടെ വനിതകൾ ഇല്ലാത്തത്? ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഓഫീസേഴ്സ് ആയിട്ട് യൂണിഫോം ഇട്ടുകൊണ്ട് സ്ത്രീകളും കൂടെ പോയി പ്രവൃത്തികൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? സിവിൽ ഡിഫൻസിലും നമ്മൾ സ്ത്രീകളെ എടുക്കുന്നുണ്ട്, ഹോം ഗാർഡ്സിൽ സ്ത്രീകളെ എടുക്കുന്നുണ്ട്, പക്ഷെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ PSC വഴി ടെസ്റ്റ് നടത്തുമ്പോൾ സ്ത്രീകൾ എടുക്കാറില്ല, സ്ത്രീകളെ അവര് അലൗ ചെയ്യാറില്ലായിരുന്നു. അപ്പൊ അതൊരു വിചിത്രമായ കാര്യമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഒരു പ്രപ്പോസൽ അവിടെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ, പക്ഷെ അതങ്ങ് നെഗ്ലക്ട് ചെയ്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് അത് റിവൈവ് ചെയ്തെടുത്ത് ഒരു പുതിയ പ്രപ്പോസൽ എഴുതി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ 100 വനിതകളെ എടുക്കണം എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് പ്രപ്പോസൽ എടുത്ത് അതിന്റെ പുറകെ നടന്നു. അത് കൊണ്ടുപോയി അവിടെ കൊടുത്ത് PSCയുടെ ക്ലിയറൻസ് വാങ്ങിക്കണം, കാരണം PSC വഴി റിക്രൂട്ട്മെന്റ് നടക്കുമ്പോൾ അവരുടെ ക്ലിയറൻസ് വാങ്ങിക്കണം. അങ്ങനെ PSCയിൽ പോയി അവരുടെ ഫയല് കൊടുത്ത് അങ്ങനെ കൊടുത്തു. ഗവൺമെന്റിന്റെ പല പ്രാവശ്യം പോയി, ഹോം സെക്രട്ടറിയുടെ അടുത്ത് പല പ്രാവശ്യം പോയി, പല ഡിപ്പാർട്ട്മെന്റുകളിലും ഞാൻ ഇങ്ങനെ സാങ്ഷന് വേണ്ടി കയറി. അവസാനം അത് എനിക്ക് തോന്നുന്നു 2024 ഈ വർഷം മാർച്ചിലായിരുന്നു ആദ്യമായിട്ട് വനിതകളുടെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. വനിതാ ദിനത്തിലായിരുന്നു, മാർച്ച് 8-ാം തീയതി ആയിരുന്നു ഒരു പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. അതിന് എന്നെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്തുകൊണ്ടോ എനിക്ക് പോകാൻ ഞാൻ തുടങ്ങി വെച്ച കാര്യമാണ്, അതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്. ഒരു വനിതാ ഓഫീസർ അല്ലേ എന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിച്ചത്, പക്ഷെ എന്തോ എനിക്ക് പോകാൻ പറ്റില്ല. അന്ന് എനിക്കൊന്ന് തിരക്ക് എന്തോ ആയിരുന്നു, ഞാൻ യാത്ര ചെയ്യുമോ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതൊരു വലിയ നല്ല നേട്ടമായിട്ട് ഓർക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം വനിതകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഓരോ ദിവസം അവിടെ ജോലി ചെയ്യും. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും അവിടെ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ജോലി ചെയ്യാനുള്ള സമയം കുറവായിരുന്നെങ്കിൽ പോലും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് വളരെയധികം എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അവിടെ അങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അഴിമതി എന്ന് പറയുന്നത് വളരെ കുറവാണ്. എല്ലാവരും നല്ല ഗുഡ് ഹാർട്ടഡ് ആൾക്കാരാണ്. ഈ പോസിറ്റിവിറ്റി ഒരുപാട് നിൽക്കുന്നത് കൊണ്ടായിരിക്കും എല്ലാവരും വളരെ ഗുഡ് ഹാർട്ടഡ് ആണ്. ആകെ അഴിമതി വരാവുന്ന ഒരു സംഭവം നേരത്തെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതിലൊരു അഴിമതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഓഫീസർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, വലിയ വലിയ ഫ്ലാറ്റുകളോ അല്ലെങ്കിൽ മോളുകളോ സിനിമാ തിയേറ്ററുകളോ വലിയ ഹ്യൂജ് ബിൽഡിങ്സ് ഉണ്ടാക്കുമ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഒരു ക്ലിയറൻസ് വേണമായി. അതില്ലാതെ അവർക്ക് അതിനുള്ള ലൈസൻസോ അതിന്റെ TC നമ്പറോ അല്ലെങ്കിൽ കോർപ്പറേഷൻ നമ്പറോ ഹൗസ് നമ്പറോ ഒന്നും കൊടുക്കൂല, പ്രവർത്തിക്കാനുള്ള അനുവാദവും കൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അവിടെ ചെന്ന് കെട്ടിടമൊക്കെ പരിശോധിച്ച് അതിനകത്ത് ആൾക്കാർക്ക് സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ, അവർക്ക് രക്ഷപ്പെടാനുള്ള സ്റ്റെയർ കേസുകളും ഫയർ എസ്കേപ്പ് സെപ്പറേറ്റ് ആയിട്ടുണ്ടോ, ഫയറിന്റെ വന്നു കഴിഞ്ഞാൽ സ്പ്രിങ്ക്ലേഴ്സ് വെച്ചിട്ടുണ്ടോ, കെടുത്താനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള പല കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒരു ഫയർ റെസിസ്റ്റൻസ് ബിൽഡിംഗ് ഉണ്ടോ, ആളുകൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനം ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. വലിയ വലിയ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതുപോലെ പെൻഡിങ്ങിൽ കിടക്കും. ഹോസ്പിറ്റൽസില്, ഹോട്ടലുകളില്, അവിടെയൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഓഫീസേഴ്സിന് നല്ല എമൗണ്ട് കൈക്കൂലി കൊടുക്കും. എന്നിട്ട് അത് പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാൻ പറയും. ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ ചിലര് ഈ സീനിയർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ പൈസ കിട്ടിയത് പോരാ എന്നും പറഞ്ഞ് ചിലപ്പോൾ വാശി പിടിക്കുന്നത് കൊണ്ടാണോ പൈസ പൊതുവെ കാശ് വാങ്ങാതെ വളരെ കൃത്യനിഷ്ഠതയോടുകൂടിയാണ് അവർ ആ റിപ്പോർട്ട് എഴുതുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇത് അവസാനം DGPക്ക് വരും.
ഇപ്പൊ DGPക്ക് ആ ഫയൽ വരുമ്പോൾ DGP അത് മുഴുവനും നോക്കി കൗണ്ടർ സൈൻ ചെയ്ത് DGPയുടെ കീഴിലാണ് അത് ഇരിക്കുന്നത്. കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഒരു വലിയ ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇന്ന ക്രൈറ്റീരിയ ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇത് ഫോളോ ചെയ്തിട്ടുണ്ടോ, അത് ഫോളോ ചെയ്തിട്ടുണ്ടോ എല്ലാം നോക്കിയിട്ട് അവസാനം DGP ആണ് അത് അപ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. DGPയുടെ ഒപ്പില്ലാതെ അത് പാസ്സാവില്ല. അപ്പൊ അതുകൊണ്ട് ആ DGPയുടെ ലെവലിൽ വരെ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ DGPക്ക് അത് ഒപ്പിട്ട് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ ഒരു അലിഗേഷൻ പണ്ട് ഞാൻ വിജിലൻസിൽ ഇരുന്നപ്പോഴും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ കേസ് ഉണ്ടായിട്ടുള്ളത് മുഴുവൻ പർച്ചേസിനെ കുറിച്ചായിരുന്നു. ഫയർ എഞ്ചിൻസ് പർച്ചേസും അതുപോലെ ഫയറിന്റെ കുറച്ച് എക്യുപ്മെന്റിന്റെ പർച്ചേസിലും ഒക്കെ ഉള്ള ഒരു അനധികൃതമായിട്ട് കാശ് വാങ്ങിക്കുന്നതിനും അത് അനധികൃത സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നതിനും അല്ലെങ്കിൽ അതിന് അഴിമതി ഉണ്ടെന്നുള്ളതിന് അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അല്ലാതെ ഇതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് വിജിലൻസിൽ ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു അലിഗേഷൻ പിന്നീട് വന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് മാറ്റുകയും ശിക്ഷിക്കുകയൊക്കെ ചെയ്തതായിട്ട് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ മാത്രമേ എടുത്തുള്ളൂ, തെളിവുണ്ടായിരുന്നില്ല. കൊടുക്കുന്ന പലരും അത് പറയില്ലല്ലോ, അവരുടെ ആവശ്യമല്ലേ ഫയർ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമായതുകൊണ്ട് അവരത് ആരോടും പറയില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ കർശനമായിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് അതിന് പെട്ടെന്ന് ഒരുപാട് പെൻഡിങ് കിടക്കാതെ വേഗം അത് സാങ്ഷൻ ചെയ്ത് കൊടുക്കാനുള്ള ഒരു രീതി അവലംബിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എറണാകുളത്തോ തൃശ്ശൂരോ മറ്റോ ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബ സുഹൃത്തിന്റെ ഒരു സ്ഥലത്തും ഇതുപോലെ കുറെ ഡിലേ വന്നിട്ട് ആ ഫയൽ എടുത്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡിലേ ആണെന്ന് കണ്ടിട്ട് അത് പെട്ടെന്ന് ആക്കി കൊടുത്ത് അങ്ങനെ പലരെയും സഹായിക്കാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അപ്പൊ അവർക്കൊക്കെ വളരെയധികം സന്തോഷമായിരുന്നു. നമുക്ക് പെൻഡിങ്ങിൽ കിടക്കുന്ന കുറെ അധികം വർക്കുകൾ, ഒരുപാട് ഡിലേ വന്ന വർക്കുകൾ, അതൊക്കെ തീർക്കാനായിട്ട് ആ കോവിഡ് സമയത്ത് പൊതുജനങ്ങളൊന്നും അങ്ങനെ കയറി വരില്ല, പരാതികളും ഒന്നും ഉണ്ടാവില്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതുപോലെ ഫയൽ തീർക്കാനായിട്ടൊരു ഉത്സാഹം കാണിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം ചെയ്തത് സെക്രട്ടേറിയറ്റിലും അസംബ്ലിയുടെ മന്ദിരത്തിലും നിയമസഭാ മന്ദിരത്തിലും ഒക്കെ ഒരു ഫയർ ഓഡിറ്റിംഗ് ഡ്യൂ ആയിരുന്നു. നടത്താനുള്ള ഒരുപാട് നാൾക്ക് ശേഷം നടത്തിയിട്ടില്ല. എല്ലാ 5 വർഷം കൂടുമ്പോഴെങ്കിലും ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു ഫയർ ഓഡിറ്റിംഗ് നടത്തേണ്ടതാണ്. അപ്പൊ അങ്ങനെ പോയി സെക്രട്ടേറിയറ്റിൽ ഒരു ഫയർ ഓഡിറ്റ് നടത്തി സെക്രട്ടേറിയറ്റ് മുഴുവൻ ഫയർ പ്രൂഫാണ് എന്ന് ഉറപ്പ് വരുത്തിയ ഒരു സമയമായിരുന്നു ആ സമയം. ആദ്യം അത് ചെയ്യാനായിട്ടൊരു ഉത്സാഹം കാണിച്ച ഞാനാണ്. കാരണം ഒരു 15 വർഷമായിട്ട് അവിടെ ഫയർ ഓഡിറ്റിംഗ് നടത്തിയിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ഒരു ഫയർ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ഫയർ സ്റ്റേഷൻ ചെറുതായിട്ടൊരു ഓഫീസുണ്ട്. അപ്പൊ ആ ഓഫീസിനകത്ത് കുറെ ഓഫീസേഴ്സിനെ കർശനമായിട്ട് ഇരുത്തി അവരുടെ ഓഫീസ് വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു. അതൊക്കെ കുറച്ച് നന്നാക്കി എടുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അത് ശരിയാക്കി ഒരു ഫയർ എഞ്ചിൻ എപ്പോഴും അവിടെ എത്തത്തക്ക രീതിയിൽ തയ്യാറാക്കി ഇടുകയും, അതുപോലെ അസംബ്ലി മന്ദിരത്തിൽ പോയപ്പോൾ അവിടെ മുഴുവനും കംപ്ലീറ്റ് പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഫയർ പ്രൂഫ് ആണ്. എന്നാൽ AC ഒക്കെ കിടക്കുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വരാം എന്നുള്ളത് കൊണ്ട് കംപ്ലീറ്റ് ഇലക്ട്രിക് വയറിങ്ങും അതും എല്ലാം ചെക്ക് ചെയ്തു. അവിടുത്തെ ഉണ്ടായിരുന്ന ഒരു ഫയർ ചെറിയ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന സ്റ്റേഷനകത്ത് കുറച്ചും കൂടെ ശക്തിപ്പെടുത്തി കുറെ ഉദ്യോഗസ്ഥരെയും കൂടെ വെച്ചു. പക്ഷെ ഒരു ഫയർ എഞ്ചിന് വളരെയധികം പരിമിതികളുണ്ടായിരുന്നു. ഈ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് കേരളത്തിൽ 129 ഓഫീസുകളാണ് 14 ജില്ലകളിലുമായിട്ടുള്ളത്, ഫയർ സ്റ്റേഷനുകളാണ് ഉള്ളത്. അപ്പൊ അവിടെ ഫയർ എഞ്ചിനുകൾ 500 എണ്ണം എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കുറവാണ്. ആ സമയത്ത് പിന്നീട് പുതിയത് വാങ്ങാനായിട്ട് ഒരുപാട് ഓർഡറൊക്കെ കൊടുത്തിരിക്കുന്ന സമയമാണ്. വലിയ ഹൈ റേസ്ഡ് ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി ചെയ്യാനുള്ള ഒരു എഞ്ചിൻ വാങ്ങാനായിട്ടുള്ള ഒരു ഫയൽ, അത് വർഷങ്ങളായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതിനൊരു നല്ല ആൾക്കാരില്ല ഇന്ത്യയിൽ, അത് പണിയുന്ന നല്ല ആൾക്കാരില്ല. അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ട് ചെയ്ത് വാങ്ങിക്കേണ്ട ഒരു ഗതികേടാണുള്ളത്. സ്റ്റെപ്പ് ലാഡർ ഒക്കെ വെച്ചിട്ട് കയറുന്ന ഒരു വലിയൊരു സാധനമാണ്. അപ്പൊ അതിന് കോടികളെ രൂപ വരും അതിന്. അപ്പൊ അത് വാങ്ങാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ ഫയർ എഞ്ചിൻ എവിടെയൊക്കെ ആവശ്യമില്ലാതെ കിടക്കുന്നു അതൊക്കെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പെട്ടെന്നൊരു വിളി വന്നാൽ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ഞാൻ അസംബ്ലിയിൽ കിടന്നിരുന്ന ഒരു ഫയർ എഞ്ചിൻ, അത് ഒരു ഉപയോഗമില്ലാതെ വെറുതെ അവിടെ കിടക്കുകയാണ്. ഫയർ എഞ്ചിൻ പിന്നെ ചില VIP സെക്യൂരിറ്റി ഒക്കെ വരുമ്പോഴേക്കും VIP കൂടെ കാർക്കേഡിനകത്ത് ഫയർ എഞ്ചിനും കൂടെ പോകും ചിലപ്പോൾ. അതിന് ഇടയ്ക്ക് മുഖ്യമന്ത്രിയുടെ കാർക്കേഡിന്റെ കൂടെ ഒരു ഫയർ എഞ്ചിനും കൂടെ പൊക്കോണ്ടിരുന്നു. അത് പിന്നെ നിർത്തലാക്കി എന്ന് തോന്നുന്നു. പക്ഷെ അസംബ്ലി ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു ഫയർ എഞ്ചിൻ ഒരു പണിയില്ലാതെ വെറുതെ കിടക്കുന്നു. രാവിലെ അതിന്റെ ഡ്രൈവർ അവിടെ പോകുന്നു, അതിന്റെ ആൾക്കാർ പോകുന്നു, അത് ക്ലീൻ ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, അവിടെ ഇടുന്നു, അത് ഓടുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് മാത്രമുള്ള കാര്യത്തിൽ ഫയർ എഞ്ചിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അത് തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞൊരു ഓർഡർ ഇഷ്യൂ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫയർ ഫോഴ്സിലെ തന്നെ ഉണ്ടായിരുന്ന റിലാക്സ് ചെയ്ത് ജീവിക്കാമല്ലോ, തിരിച്ചു വന്നാൽ അവർക്ക് കഷ്ടപ്പാടല്ലേ, അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാനോ എന്ന് വെച്ചാൽ അയാൾ യൂണിയൻകാരനോ മറ്റോ ആയിരുന്നു. പോയി സ്പീക്കറെ കണ്ടിട്ട് അങ്ങനെ സ്പീക്കർ എന്നെ വിളിച്ചിട്ട് അത് തിരിച്ചു വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു, തിരിച്ചു വിളിക്കാതെ അത് അവിടെ തന്നെ ഇട്ടേക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫയർ എഞ്ചിൻ അവിടെ തന്നെ ഇടേണ്ടി വന്ന ഒരു സംഭവം മാത്രമാണ് ഒരു കരട് പോലെ കിടക്കുന്നത്. അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ നല്ല ഒരു സംതൃപ്തി തന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഫയർഫോഴ്സ്. എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം ഈ വനിതകളുടെ അഭാവമായിരുന്നു. അതും പിന്നീട് നികത്തി എന്നുള്ളതിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. 2-3 വിവാദമായേക്കാവുന്ന സംഗതികൾ ഫയർഫോഴ്സിലായിരുന്നപ്പോൾ ഉണ്ടായി. അത്
പറയാതിരിക്കാൻ പറ്റില്ല, അത് ഞാൻ പറയാം പിന്നീട്. അപ്പോൾ നിങ്ങളതുവരെ കാത്തിരിക്കൂ. സസ്നേഹം, ശ്രീലേഖ.